ഇന്ന് പുലർച്ചെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാന്റെ തിരിച്ചടി. ഇന്ന് 4:50 പുലർച്ചെ 4:50 ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടായത്. ആദ്യം അമേരിക്കയാണ് ഇറാന്റെ ബന്ദർ അബ്ബാസിന് കിഴക്ക് വശത്ത് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയ 3 സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് ഇറാന്റെ ന്യൂസ് ഏജൻസിയായ ഫർസയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് ഇറാൻ കുവൈറ്റിന് നേർക്കാണ് മിസൈലും ഡ്രോണുകളും പായിച്ചത്. പക്ഷേ അത് തടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ അപകടങ്ങളോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. അതിനിടയ്ക്ക് US-ന്റെ ഒരു എണ്ണ ടാങ്കർ നേർക്ക് ഇറാൻ വെടിയുതിർക്കുകയും പിന്നീട് ഹോർമുസിന്റെ ഭാഗത്തേക്ക് വരികയായിരുന്ന എണ്ണ ടാങ്കർ വഴിമാറി പോവുകയും ചെയ്തതായിട്ട് ഇറാൻ അറിയിക്കുന്നു. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും കലാപകലുഷിതമാകുന്നു, സംഘർഷഭരിതമാകുന്നു, യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അടിയും തിരിച്ചടിയുമായി മുൻപോട്ട് പോകുമ്പോൾ ഇനി ഈ സമാധാന കരാറിന്റെ എത്ര ദിവസം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇനി ഈ സമാധാന കരാറിന്റെ ഭാവി എന്താകുമെന്നുള്ള ഒരു ചോദ്യവും പ്രധാനമായും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.